പോക്കോയുടെ പോക്കോ C55 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 10,000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് സെഗ്മെന്റിലേക്കായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C55 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ C55 6.71 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ആയിരിക്കും വരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ കൂടിയ റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 500 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിൽ വരാൻ സാധ്യതയുള്ളൂ. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ വരാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരിക ഫോണിൻ്റെ ബാക്കിലായിരിക്കും. പിന്നെ ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 10,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഫോണിൻ്റെ വില എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ 3GB RAM 64GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 4GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലും ഇതേ വെർഷൻസ് ആയിരിക്കുമോ വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ആയിരിക്കും ഈ ഫോണിൽ വരിക. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. Type-C ചാർജിംഗ് പോർട്ട് ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. അപ്പം അതിന് മാത്രം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടോ Type-C ചാർജിംഗ് പോർട്ടോ ഒന്നും തന്നെ ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ചൈനയിൽ Redmi 12c എന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും പോക്കോ C55 എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് Redmi 12cയുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത എന്നാണ്. എന്തായാലും കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ C55 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഫെബ്രുവരി 21 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ Redmi 12c എന്ന സ്മാർട്ട് ഫോൺ ഫെബ്രുവരി 26 ഗ്ലോബൽ മാർക്കറ്റിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ്. പിന്നെ Redmi 12c എന്ന പേരിൽ റെഡ്മിയുടെ ഒരു ഫോൺ പിന്നീട് ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുമായിട്ട് അങ്ങനെ റെഡ്മിയും പോക്കോയും ചെയ്യാറുണ്ട്. സെയിം സ്പെസിഫിക്കേഷനുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളിൽ ഫോൺ ഇറക്കും. ഇപ്പം പോക്കോ C55 മുമ്പുള്ള പോക്കോ C50 എന്ന ഫോണും അതുപോലുള്ളൊരു ഫോണാണ്. പോക്കോ C50 എന്ന ഫോണും Redmi A1+ എന്ന ഫോണും സെയിം ആയിട്ടുള്ള ഫോണുകളാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഈ ഫോണുകളുടെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ചൈനയിൽ Redmi 12c എന്ന സ്മാർട്ട് ഫോൺ 8,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ വില 170 യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ഫോണ് ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ C55 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.